വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളെല്ലാരും കൂടെ കുക്ക് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ പേടിയൊന്നു. ഇത് ലോബ്സ്റ്റർ. നമുക്ക് മൂന്ന് വലിയ ലോബ്സ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് എടുത്തു പിടിക്കാനാണ് പറയും. നല്ല വലിയ സൈസാണ്. എടുത്തു കാണിക്കും. ഇതാണ് സംഭവം. തിരിച്ചുപിടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആരും ഉണ്ടാക്കി പരിചയമില്ലല്ലോ. ഇവിടെ ആർക്കും ഉണ്ടാക്കി പരിചയമില്ല. കഴിച്ച് നല്ല പരിചയമുണ്ട്. പക്ഷെ അപ്പൊ ഇതിന്റെ തോട് കളയാനൊക്കെ ഭയങ്കര പണിയാണെന്ന് ആണ് കേട്ടത്. ചെയ്താലോ? ഇങ്ങനെയില്ല, ഇതൊന്ന് കഴുകിട്ടെ. അപ്പൊ നമ്മുടെ ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മള് കുക്ക് ചെയ്യുന്നു. ഒന്നെടുത്ത് ഗ്രില്ല് ചെയ്തല്ലോ. ഒന്നെടുത്ത് ഗ്രില്ല് അതിനെ വയറൊന്നും ഇങ്ങനെ കീറി എന്നോ ഗ്രിൽ നമ്മ ശീതനെ അങ്ങനെ പിടിക്കുന്ന ഇല്ലാത്ത മോൺസ്റ്റർ ഐറ്റം. ഇല്ലാനോ മീറ്റ് ടൈലാണ്ടോ മീറ്റു. വലിയ കത്തി വേണങ്ങ. നിങ്ങൾ ലോബ്സ്റ്റർ ഇടല്ലോ. പക്ഷെ ഇതിന് ഉള്ളില് ഒരു മറ്റേ നൂല് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതിലത് അങ്ങനെ അങ്ങനെ താൻ ചെയ്യണ്ടേ. ഇതിനാ ഞങ്ങള് കേരളത്തിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ ഇവിടെ റാവ് എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും വലിയ മൂന്ന് പീസിന് 1100 ആണ് ആയത്. അപ്പോൾ കേരളത്തൊക്കെ നല്ല വിലയാണെന്ന് കേട്ടിട്ടുണ്ട്. അതും കൂടി പറയണേ, ഇതിൻ്റെ കേരളത്തിലുള്ള വില എത്രയാന്ന്. ഞങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒക്കെ കാണിച്ചു തരാം. ആര് കിട്ടിയ ഒരു കുഞ്ഞു പാത്രം എടുത്തോണ്ട. ചിലപ്പോ ഇത് ക്ലീൻ ചെയ്യാൻ അറിയുന്നവര് ഇത് കാണുമ്പോ ചിരി വരുന്നുണ്ടാവും. ശരിക്കും എന്തോ വുഡൻ ഹാമർ അങ്ങനെ എന്തോ ഉള്ളില്. നമുക്ക് അവിടെ കിച്ചണിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വന്നിരുന്ന് ക്ലീൻ ചെയ്യുവാണ് ഇപ്പോൾ. എന്നാലും സത്യം പറഞ്ഞാൽ നല്ല പണിയാണല്ലേ ഈ സംഭവം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അധികം പേരൊന്നും യൂസ് ചെയ്യില്ല ഈ സാധനം. അതുകൊണ്ട് വലിയ ഡിമാൻഡില്ല. അതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വലിയ പീസ്. അതും റെഡിയാക്കിയതാ. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ മേടിച്ചേ. വേറെ എന്തുകൊണ്ടൊന്നുമില്ല. ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യുന്നത് സത്യം ഒരു മാരത്തോൺ ടാസ്ക് ആയിരുന്നു കേട്ടോ. അത് ഇക്ക വന്നിട്ട് അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് കട്ട് ചെയ്തത് റെമിനൊന്ന് പറയാൻ പറഞ്ഞു. അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ചെയ്താലോ? തുടങ്ങാം. നമ്മള് ചെയ്യുന്നത് ഇത് റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
ജസ്റ്റ് റോസ്റ്റിംഗ് ആണ്, ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, നോർമൽ റോസ്റ്റിംഗ്, പക്ഷെ ടേസ്റ്റ് അപാരമായിരിക്കും. സൺഫ്ലവർ, റിഫൈൻഡ് സൺഫ്ലവർ ആണ്. സവാള ഞാനിപ്പോ 2-3 ദിവസം തീരെ ഷോർട്സ് ഏത് വരാൻ സമയമൊക്കെ ഇട്ട് വരാൻ സത്യം പറഞ്ഞ പിന്നെ അത്താഴത്തിനാ അത്താഴത്തും അതൊക്കെ ചെയ്യടാ. വീടല്ലേ റാവുണ്ടില്ലേ മറ്റേ വാവേ, റാവ് കിട്ടീന്ന് കഴിഞ്ഞാൽ 3 മാറയില്ലല്ലോ. ഫ്രൈ ആവാൻ എല്ലാ സംഭവം അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗണിൽ വന്നാലാണ് ടേസ്റ്റ് കൂടാൻ ആൻഡ് കേട് കൂടാതെ ഇരിക്കും. ശരി, ടൊമാറ്റോ ഓക്കേ. അത് മറ്റേത് ആഡ് ചെയ്തോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പറയുന്നത് നമ്മുടെ ഇതിൽ കൊഞ്ചില് അത്യാവശ്യം ഉപ്പുണ്ടാവും എന്നാണ്, കടലിൽ നിന്ന് കുടിച്ചതല്ലേ, അതുകൊണ്ട് കുറച്ച് ഇതിലേക്ക് മാത്രമേ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിങ്, ഇല്ലേ റമി? ഷെഫ് ഒന്ന് ചെറുതായിട്ട് മാറി കേട്ടോ. എല്ലാം സെറ്റ്. സംഭവം ഇതാണ്, മെയിൻ ഫ്ലഷ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എടുത്താലും അത് വേറൊരു ദിവസം കറി വെക്കില്ല. കണ്ടന്റിന് ഒരു കുറവും വരാൻ പാടില്ല. അതെ, നാളെ കണ്ടന്റില് നാളെ കണ്ടന്റില്ലെങ്കിൽ ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, ഇനി കുറച്ച് ചിക്കൻ മസാല ആണ് ആഡ് ചെയ്യുന്നത്. മീറ്റ് മസാല ഇട്ടാലും അടിപൊളിയായിരിക്കും ഉണ്ട്. ഇതിനൊക്കെ ഇനി കറിവേപ്പില വേണ്ടേ? സോറി, കറിവേപ്പ് ആഡ് ചെയ്തത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ കറിവേപ്പ് ഇട്ടപ്പോ തന്നെ മണം, നല്ല അടിപൊളി സ്മെല്ല് വേണ്ടേ അല്ലേ? ആ ഡോറ് ക്ലോസ് ചെയ്തേടാ. നമ്മള് ഈ കിച്ചണില് യൂസ് ചെയ്യാറില്ല, എന്താണെന്നറിയോ? ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഹോൾ നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ അത് ഫുഡ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കുറെ സമയം നിൽക്കുന്നതുകൊണ്ട് പുറത്തെ കിച്ചണിലാണ് നമുക്കുള്ള എപ്പോഴും എപ്പോഴും നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുക്കുന്നത് പുറത്തെ കിച്ചണിലാണ് കേട്ടോ. ഇപ്പൊ ഏതാണ്ട് മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇടാം. മിക്സ് ചെയ്ത് കൊടുക്കണം. Let him cook. Let it cook. Wow, nicely. സ്പൂണ് പറ്റിയില്ല, സൈഡ് കൊണ്ടാ പോലും. വാട്ടർ ഇല്ല, ഒത്തിരി ഇതിനോട് അത്യാവശ്യം വാട്ടർ ഉള്ളതാണ്. ഇല്ല, ഇഷ്ടം വേണം. അത് ഇവാപ്പറേറ്റ് ആയിക്കൊണ്ട് ഇതൊക്കെയാണോ അതിനെ നീറ്റിട്ട് റെഡി ആവാൻ. ആള് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. സൂപ്പർ ആയിരിക്കും അല്ലേ? എന്നാ നമുക്ക് ബിരിയാണി ബിരിയാണി ഉള്ളത് എല്ലാരും കഴിക്കേണ്ടതാണ്. അപ്പൊ ഇനി ഇത് കുറച്ചൊന്നും ആവാനുണ്ട്, അത് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കട്ടെ. സ്റ്റീം കൊണ്ട് തന്നെ പകുതി വരുന്നുണ്ട്. ഇതിന് അധികം കുക്കിംഗ് ടൈം വേണ്ടെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട്
വേവിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. നോക്ക്, കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട്? അതാരത്? ഒന്ന് ടേസ്റ്റ് കാട്ടിക്കൊടു. സൂപ്പറാ. ഏയ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല്ലേ. ഏതിലും ബേബി കുരുത്തിരേനെ ചൂട് ഇതാക്കി വെച്ചൊന്നു കൂട്ടു. ഫുള്ളായിട്ടത് കുഞ്ഞിക്കൈ എങ്ങനെയുണ്ട്? അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ശരി, ബൈ ആൻഡ് ടേക്ക് കെയർ.